ഇതിനൊക്കെ ഒരു നേരവും കാലവും ഒക്കെ ഉണ്ട്. അല്ലാതെ മൂക്കി കൂടെ പല്ല് കളിക്കുമ്പോഴാണോ കൊച്ചിനെ ഉണ്ടാക്കാൻ നിൽക്കുന്നത്? വൈഫ് പ്രഗ്നൻ്റാണ്. കൺഗ്രാജുലേഷൻ. എൻ്റെ വൈഫല്ല, തൻ്റെ വൈഫ് പ്രഗ്നൻ്റാണ്. അയ്യോ അമ്മേ. ഇപ്പം എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിൽ പോകണോ? നമുക്കേ ഇനി ഈ കാര്യം മറച്ചു വെക്കണോ? പിള്ളേരോട് തുറന്നങ്ങ് പറഞ്ഞാലോ? പറഞ്ഞിട്ട് എന്തിനാ? നിങ്ങൾക്ക് അവിടെ അവസ്ഥ മനസ്സിലാവുന്നില്ലേ? ഒരു അബോർഷൻ കഴിഞ്ഞ പെങ്കൊച്ച, ഇനി ഇതൂടെ കേട്ട് BP കൂടി എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്വാർത്ഥത കൊണ്ട് അവൾക്ക് കൊച്ചില്ലാതാവും. ഇനി എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ മറച്ചു വെക്കുന്നേ? ഇന്നലെ നാളെ അവരത് അറിയും. അറിയട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. എന്തുവാ നോക്കിയിരിക്കുന്നേ? ഇതൊക്കെ എടുത്തങ്ങോട്ട് കഴിക്കേ. ഇപ്പൊ കൊതിയൊക്കെ ഉള്ള സമയമല്ലയോ? മോക്ക് എന്തോ സാധനം വേണമെന്ന് പറഞ്ഞാലും അവൾ ഉണ്ടാക്കി തരും കേട്ടോ. അതെ, എല്ലാരും ഒന്ന് അറിയണ്ടായോ ഗർഭിണിയാണെന്ന്? ഞാനോ? നീ അറിയിപ്പിക്കാൻ നീയാന്ന് ഗർഭിണി? ഞാൻ കൊച്ചിൻ്റെ കാര്യമാണ് പറഞ്ഞേ. ഗർഭിണിയാകുമ്പോൾ റീലിട്ടേ ആൾക്കാരെയൊക്കെ ഒന്ന് അറിയിപ്പിക്കണ്ടായോ? എനിക്കോ പറ്റിയില്ല, നീയെങ്കിലും അങ്ങ് അറിയിപ്പിക്കേ. അതെന്താ വല്യപ്പച്ചിക്ക് ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ടായിരുന്നില്ലേ? അക്കൗണ്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പിള്ളേരില്ലല്ലോ. അപ്പൊ ആ സമയത്ത് ട്രീറ്റ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ലേ? അന്നത്തെ കാലത്ത് എന്തോ ട്രീറ്റ്മെന്റാ? ഭർത്താവിന് കഴിവില്ലെന്ന് പറയുന്ന നാട്ടുകാര്, അതാ അന്നത്തെ ട്രീറ്റ്മെന്റ്. ഇല്ല എന്തുവാ നാട്ടുകാരെ എല്ലാം അറിയിച്ച് എന്തിനോ. ഓക്കെ, എന്തുവാ കഴിക്കാൻ തോന്നുന്നത്? മോളെ ചക്ക എടുത്ത് കഴിക്കേ. എനിക്ക് ചക്കയുടെ കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. ചക്കയുടെയോ? എനിക്കും അതാ കഴിക്കാൻ തോന്നുന്നു. നൈസ് ചോയ്സ്. നിങ്ങൾക്ക് എന്തുവാ കൊതി വരുന്നത്? നിങ്ങൾ ഗർഭിണിയാന്നോ? മോക്കുവാണെങ്കിൽ പറ, വല്യപ്പച്ച നന്നായിട്ട് ചക്കര ഉണ്ടാക്കും അല്ലേടി? എന്താ പറയാനെന്ന്? എൻ്റെ അമ്മ വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും, എനിക്കൊന്നും ഉണ്ടാക്കാനൊന്നും വയ്യ. എൻ്റെ ആയ കാലത്ത് ഉണ്ടാക്കിയിട്ടില്ല, പിന്നെ ഞാൻ ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. നീ എന്തോ മയങ്ങി ഇരിക്കുന്നേ? എടുത്തോണ്ട് ഒന്ന് ഉണ്ടാക്കി കൊടുക്കടി അവക്ക്. അവിടെ പോക്ക് കണ്ടില്ലേ, ആമ എഴയുന്നത് പോലെ. അവളെ ഗർഭിണിയെന്ന് തോന്നും ഇപ്പം. കൊണ്ടുവരട്ടെ, നമുക്കിത് തിന്നിട്ട് പോയാൽ മതി. നമുക്കിനി അവിടെ ചെന്ന് ഒന്നും ഉണ്ടാക്കണ്ട, നമുക്കും കൂടെ തിന്നായി. എന്തോ പറ്റി? എന്നെ കൊണ്ടാവും തോന്നില്ല. ഈ നടുവിന്ന് വേദന വന്ന് കാലിലോട്ട് ഇറങ്ങുക. ആ ഞരമ്പിനൊക്കെ പിടുത്തം, മുട്ടിനൊക്കെ ഭയങ്കര വേദന. രാവിലെ തുടങ്ങിയ ജോലിപ്പാടാ. ഓ, ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ല. നമുക്കൊരു ജോലിക്കാരെല്ലാം വെച്ചാലോ? അതൊന്ന് ആലോചിക്കേണ്ടി വരും. നീ കാലം കൊണ്ടുപോകുക, ഞാൻ തൈലം എടുത്ത് തടവി തരാം. അത് ഞാൻ അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. തൈലം ഇട്ടിരിക്കുക. നീ ഇരിക്കുക, ഞാൻ നോക്കാം. അമ്മ ഹീറ്റർ കംപ്ലൈൻ്റ് ആണല്ലോ. ആ മോളെ, നാളെ ഇലക്ട്രീഷ്യൻ വരും, എന്നിട്ട് ശരിയാക്കും. അല്ലമ്മ, എനിക്ക് ചൂടുവെള്ളം ഞാൻ സ്റ്റൗവിൻ്റെ മണ്ടേ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് അങ്ങോട്ട് എടുത്തൊഴിക്കേ. അമ്മ എടുത്ത് വെച്ചതമ്മേ. മോളെ അവനോട് പറ മോളെ. ചേട്ടൻ വർക്കില്ല അമ്മേ, ചേട്ടൻ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പറ്റത്തില്ല. നീ ഇട്ടിരിക്കുക, ഞാൻ എടുത്തു കൊടുത്തോളാം. അച്ഛനത് എങ്ങോട്ടേ വരുന്നേ? വെള്ളം നോക്കണ്ടേ? എനിക്ക് ദേഹം മുഴുവൻ കുഴമ്പൊക്കെ ഇട്ട് തടവണം, അതിന് അമ്മ വന്നാലേ ശരിയാവുള്ളൂ. എടി, അമ്മ റെസ്റ്റ് എടുക്കട്ടെ, ഇത്ര ജോലി ചെയ്തില്ലയോ? എപ്പൊ നോക്കിയാലും അമ്മയ്ക്ക് വയ്യല്ലോ, ചുമ്മാ ഇരുന്ന് പറയുക. അമ്മ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്ത് പറഞ്ഞാൽ പറ്റും? ഞാൻ പറഞ്ഞു.
കഴിവുണ്ടായിരുന്നല്ലോ. ആ അങ്ങോട്ടിട്ട് കഴുകിയിട്ടേക്കാം. മെഷീൻ കംപ്ലൈൻറ്റ് നീ മാറി, ഞാൻ കഴുകാം. വേണ്ട, സാരമില്ല. ഞാൻ കഴുകാം. സാരമില്ലെന്ന്. നീ വയ്യാതെ ചുമ്മാ അവിടെ പോയി റെസ്റ്റ് എടുക്കാൻ നോക്കാം. ഇതെന്തോ ഇത് ഇത്ര നേരം അമ്മയല്ലേ അലക്കിക്കൊണ്ടിരുന്നേ? അച്ഛൻ എന്തിനാ അലക്കണേ? അച്ഛൻ അലക്കണമെന്ന് തോന്നി അച്ഛൻ അലക്കുന്നു, അത്രേ ഉള്ളൂ. അമ്മയ്ക്ക് എന്താ കുറച്ചല്ലിട്ട് ഭയങ്കര ക്ഷീണമാണല്ലോ. നിങ്ങൾ ഇങ്ങോട്ട് മാറിക്കേ, ഞാൻ അലക്കിക്കോളാം. ഇതും കൂടെ ഒന്ന് അലക്കിയേക്കണേ. നിനക്ക് തന്നെ അലക്കിയാൽ പോരെ ഇതൊക്കെ? അച്ഛൻ ഇങ്ങോട്ട് വന്നേ, എനിക്ക് കടയിലൊക്കെ ഒന്ന് പോകണം, കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ അവനെ കൂട്ടിക്കൊണ്ടു. അച്ഛൻ ഇങ്ങോട്ട് വാ. എനിക്ക് തുണി കഴുകി അമ്മ അത് അലക്കിക്കോളൂ. അമ്മ ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ ഇവിടെ ഒന്ന് അടിച്ചിടാൻ വേണ്ടിട്ട് വന്നതാ. ഒരു കാര്യം ചെയ്യാവോ? ഒന്ന് അടിച്ചിട്ടേക്കമ്മേ. എന്താ ഭയങ്കര പൊടിയാമ്മ കട്ടിൽ. ഇത് പിടിച്ചേ. എനിക്കാണെങ്കിൽ കുഞ്ഞുനാൾ മുതൽ ഡസ്റ്റ് അലർജി ഉണ്ടെന്ന് അറിയാല്ല. ഇവിടെയൊക്കെ ഒന്ന് അടിച്ചിടമ്മ, എനിക്ക് വയ്യ, ഭയങ്കര ക്ഷീണം. പിന്നെ അമ്മ ആ ബാത്റൂം കൂടെ ഒന്ന് കഴുകിയിട്ടേ. എന്തൊരു വൃത്തികേടായിട്ടാ കിടക്കണേന്ന് അറിയോ? ചേട്ടൻ വൈകിട്ട് വരൂല, അമ്മേനെ കുറിച്ച് എന്ത് വിചാരിക്കും? അതൊന്ന് വേഗം കഴുകിയിട്ടേ. ഇവിടെ വെച്ച് മൈ വീഴുണ്ട്, ചേട്ടനടുത്തില്ല. കേട്ടോടാ പറഞ്ഞത്? നീ എങ്ങനെ ആയിരിക്കും? ഇതുപോലൊക്കെ തന്നെ ആയിരിക്കുമോ? നല്ല നീരായല്ലോ കാലിന്. നോക്ക്. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളായി ഈ ജന്മം മക്കളായിട്ട് ജനിക്കുന്നെന്ന് പറഞ്ഞ എന്ത് സത്യമാണ് പറയാൻ കാരണം? ജോലി എടുത്തെൻ്റെ നടു ഒടിഞ്ഞു ചേട്ടാ. എനിക്ക് വയ്യ. മതിയോ? മതി. കിടക്കാം. അതെ, ഇതാണ് ഇങ്ങോട്ട് അവസാനം എന്നെ കുറ്റം പറയും. എന്തുവാ എന്റെ ഈ ഓരോ വയസ്സം കളിച്ച കളവന് സോക്കേടാ. എന്തിനായിരുന്നു? അതല്ലെന്ന്, ഗീതമോളെ ഗർഭിണിയായ സമയത്ത് ചേട്ടന് ഓർമ്മയുണ്ടോ? ചേട്ടന് ഏതോ ഒരു കടയിൽ നിന്ന് എനിക്കൊരു മസാല ദോശ വാങ്ങിച്ചോണ്ട് തന്നപ്പോൾ അടിപൊളിയാന്ന് പറഞ്ഞേ. ശരവണ ആണല്ലേ? അന്ന് ശരവണയായിരുന്നു. ഒരു പച്ച ചട്നിയൊക്കെ ഉണ്ടായിരുന്നു. ബൈപ്പാസിനടുത്തുള്ള. ഒന്ന് വാങ്ങിച്ചോണ്ട് തരുമോ? ഇപ്പോഴും അതൊക്കെ പൂട്ടി. ബൈപ്പാസിന് മടിയൊക്കെ പൂട്ടി. ഒന്നുമില്ല. എനിക്ക് മസാല ദോശ എന്നാന്ന് തോന്നുന്നു. ഇപ്പൊ ആ രാത്രി മസാല ദോശ പോകണ ഇടുന്ന്. നിനക്ക് 20 വയസ്സല്ല പ്രായം കേട്ടല്ലോ, നല്ല പ്രായമായി. പിന്നെ കൊതി കുറച്ച് കുറയ്ക്കേ. ഇതെനിക്കല്ല കൊതി, കൊച്ചിനാ കൊതി. കൊച്ചിന് കൊതിയോ? അത് ചോദിച്ചോ മസാല ദോശ? പിന്നെന്തുവാ? എന്നാ ഒന്ന് നോക്കിയിട്ട് വരാം. കണ്ടോ 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 കണ്ടോ? എന്തോ കൊച്ചിന്റെ കൊതി എന്ന് പറഞ്ഞപ്പോ തള്ളേ വേണ്ട, കൊച്ചിനെ മതി. പോ, ആദ്യം നിന്നെ, പിന്നെ മതി കൊച്ചിനെ. പോ അങ്ങോട്ട്, ഒലിപ്പിക്കാതിരി. രണ്ടെണ്ണ വാങ്ങിച്ചോ കേട്ടോ. രണ്ടെണ്ണോ? എനിക്ക് വേണ്ട രാത്രി മസാല ദോശ. നിനക്കല്ല, എനിക്ക് രണ്ടെണ്ണം. ചില്ലറ കൊതിയൊന്നും അല്ല. ഇത് കൊച്ചിനാണോ? ഇതും കൊച്ചി. ഒരെണ്ണം കൊച്ചു പറഞ്ഞു നിനക്ക്. ശരി, ഞാൻ പോയിട്ട് വരാം. എല്ലാരോടും പറയില്ല ഞാൻ പോവാന്നുള്ളത്. പോയി കഴിച്ചാലോ? അങ്ങോട്ട് എഴുന്നള്ളി പോയിനി ദോശ കഴിക്കാനായിട്ട്. ഒരു ദിവസം എന്തോ പറയും. ഇവിടെ ഇരി, ഞാൻ പോയിട്ട് വരാം കേട്ടോ. അവിടെ പറയല്ലേ? എന്തുവാ അച്ഛൻ തോച്ചാ? ഞാൻ പിന്നെ താക്കോൽ കിട്ടുവാ. അച്ഛൻ ഇവിടെ പോയി രാത്രിയിൽ? ഞാൻ നടക്കാൻ കാറ് കൊണ്ടുപോവാ. കാറ് ലോക്കാണെന്ന് നോക്കണം, ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ച്. കാറ് ലോക്കാന്നില്ല? ലോക്കല്ലേ? പോകാൻ പറ്റുമോ? ഗർഭിണി അല്ലേ വെച്ചാൽ അവൾക്ക് മസാല ദോശ തിന്നാൻ ഭയങ്കര കൊതി. ആർക്ക്? അവക്ക്. മോക്കോ? ഞാൻ പോയി മേടിച്ചോണ്ട് കൊതി വരും. മസാല ദോശ ഇല്ലയോ? ഒരു 2 മസാല ദോശ പാഴ്സൽ മേടിക്കാവോ? എന്തിനാ? അമ്മയ്ക്ക് കൊടുക്കാൻ. അമ്മയ്ക്കല്ല, പിന്നെ അമ്മയ്ക്ക് എനിക്ക് കഴിക്കാൻ വേണ്ടി. കൊതിയൊന്നും അല്ല, വിശന്നിട്ടാ. അങ്ങനെ കാര്യം ചെയ്യാം. 4 അങ്ങ് മേടിക്കാം. അതിനമ്മനെ ഒരെണ്ണം എനിക്കും കഴിക്കാമല്ലോ. മോന് കൊതിയല്ല, വിശപ്പാ. അത് വിശപ്പാ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. അല്ല, ഒരു കാര്യം ചെയ്യാച്ചാ, നമുക്കേ വെളിയിൽ പോയാൽ കഴിക്കാം. 4 പേരുടെ ഫാമിലി ഉണ്ട്. ഈ രാത്രിയിലോ? അവർക്ക് സന്തോഷമോ? അല്ല മക്കളെ, കൊണ്ടുവന്നാലേ ചാവുണ്ടെങ്കിൽ സന്തോഷമോ? അതല്ലേ റൂമിൽ വെച്ച് നമ്മുടെ കഴുപ്പ് കൊണ്ട് ഇവർക്കല്ലോ തോന്നുന്നു. ഗിരിജേ, ഒന്ന് പറയാട്ടോ. മതിയോ?
ഒരു മസാല ദോശ എനിക്ക് കിട്ടിയില്ല. കൊതിയല്ല, വിശപ്പ. ഫാൻ ഓഫ് ചെയ്തോ. ഈ ഷട്ടങ്ങനുണ്ട്, ഷട്ടങ്ങനുണ്ട്. എത്ര മണിക്കാണെങ്കിൽ നിങ്ങൾ വരും? ടെൻഷൻ പിന്നെ ഇതെങ്ങോട്ടാ? നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇന്ന് ചെക്കപ്പില്ലായോ? ചെക്കപ്പ് കല്യാണം. കല്യാണോ? ഇന്നലൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. ഇത് ഇന്നലെ വൈകുന്നേരം വിളിച്ച കല്യാണോ? ഇന്നലെ ഒളിച്ചോടി കല്യാണം മക്കളെ, ഇന്ന് ചടങ്ങ് നടത്തുക. കഴിച്ചിട്ട് വരാന്ന് വിചാരിച്ചു. എങ്ങോട്ടേക്കാ പോകുന്നേ? ഞങ്ങള് രാജഗിരി ഓഡിറ്റോറിയം. അല്ല, ബാസുര സ്ട്രീറ്റിന്റെ അടുത്തുള്ള രാജഗിരി. അപ്പൊ നമുക്ക് ഡ്രോപ്പ് ചെയ്താ പോരെ? നിങ്ങൾ കാറിനാണോ പോന്നെ? അയ്യോ, നമുക്ക് ഓട്ടോയിൽ പോവാം. ഓട്ടോ സ്റ്റാൻഡിലോട്ട് വിടാം. നമ്മൾ എങ്ങനെയും പൊക്കോളാം, കുഴപ്പമില്ല മക്കളെ. ആ അമ്മ ഓട്ടോ സ്റ്റാൻഡിലേക്ക് അങ്ങ് വിടാം. വായോ, നല്ല വെയിലല്ലേ പുറത്ത്. പിന്നെ എന്തെങ്കിലും ആട്ടോ, വാ, വഴി ഇറങ്ങാം. അല്ല അമ്മ ഒന്ന് നിന്നേ. കല്യാണത്തിന് തന്നെയാണോ പോണേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അമ്മ ഇത് എന്തൊരു കോലായത്. നല്ലൊരു സാരി എടുത്തു കൊടുത്തൂടെ അമ്മക്ക്? അത് സാരമില്ല മോളെ. ഇച്ചിരി ഒന്ന് വൃത്തിയായിട്ട് ഇല്ല മോനെ, സാരി മതി, ഈ സാരി മതി. ഒന്ന് പോയി കണ്ടിട്ട് വന്നാ പോരെ? കണ്ടിട്ട് വന്നാ മതി. നല്ലൊരു വൃത്തിക്ക് പോകണ്ടേ? ഒരു കാര്യം ചെയ്യ്, വാ, ഞാൻ ഇത് 8000 രൂപയുടെ സാരി, 8000 രൂപയുടെ സാരി. നല്ലൊരു വൃത്തിയുള്ള സാരി ഉടുത്ത് അല്ലല്ല, വാ. ഇത് സമയം അമ്മേ, പോയില്ല, വാ ഇങ്ങോട്ട്. ഒരു കുഴപ്പമില്ല. ഇത് വരാ. ഈ സാരി വെച്ച് അച്ഛ വിട്ടേ. അല്ലല്ലോ, അത് പറ്റത്തില്ല. അത് അച്ഛ വീട്. അമ്മ വാ ഇങ്ങോട്ട്. വിഷമാവത്തില്ല. ചേട്ടനൊന്ന് വെയിറ്റ് ചെയ്യും. ആ സാരി നല്ലതല്ലായിരുന്നു. കല്യാണത്തിന് പോയി. എടി പെട്ടെന്ന് റെഡിയായി വന്നേ. ആ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും? ചെയ്യാൻ തന്നെ വന്നതല്ലേ? അതൊരു കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയത്, അതായി. ഓ അല്ല, നമുക്ക് ധൃതിയില്ല. നിങ്ങൾ കല്യാണത്തിന് പോയിട്ട് വന്നാൽ മതി. അല്ല, കല്യാണം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ആയത്. അർജന്റായിരുന്നു. നമുക്ക് പെട്ടെന്ന് അങ്ങ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ. അല്ല, നിങ്ങളിങ്ങനെ ടെൻഷൻ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങളെന്നാൽ കല്യാണത്തിന് പോയിട്ട് സ്കാൻ ചെയ്യും, അല്ലെങ്കിൽ സ്കാൻ ചെയ്തിട്ട് കല്യാണം കഴിക്കുക. അല്ല, കല്യാണത്തിന് പോകും. അല്ല, പെട്ടെന്ന് സ്കാൻ ചെയ്തിരുന്നെങ്കിലേ അവരെത്തുന്നതിന് മുമ്പേ വീട്ടിലെത്തായിരുന്നു. ആര്? ആരെങ്കിലും വീടല്ലേ, ആരെങ്കിലുമൊക്കെ വരുമല്ലോ. അതെ. അല്ല, ഉറക്കമൊക്കെ ഓക്കെ അല്ലേ? ഉറക്കം കറക്റ്റാണ്. എനിക്ക് നല്ലോണം റെസ്റ്റ് കിട്ടുന്നുണ്ട്. നല്ല കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്നുണ്ട്. ജോലി ഒന്നും ചെയ്യുന്നില്ല. മുട്ടിന് വേദനയില്ല, തലകറക്കമില്ല, കാലിന് വേദനയില്ല, ശരീരവേദനയില്ല. നല്ല ഉടുപ്പിട്ടുകൊണ്ട് നല്ല റെസ്റ്റ് എടുത്ത് നല്ല ഉറങ്ങി തൈലം തേച്ച് ജീവിക്കുമോ ഞങ്ങള്. ഛർദിലും ഇല്ല, ഒട്ടുമില്ല. പെട്ടെന്ന് സ്കാൻ ചെയ്യട്ടെ. ഇപ്പൊ തന്നെ റിസൾട്ട് കിട്ടുമോ? റിപ്പോർട്ടിൽ അനീമിക്കാണെന്ന് കാണിക്കുന്നുണ്ട്. ഓ, സന്തോഷമായി എനിക്ക്. കൊച്ചിന്റെ പേരാണ്. നിങ്ങൾ ടെൻഷൻ അടിക്കാതെ. അതെ, പിന്നെ ഈ സ്കാൻ ചെയ്യാൻ പോകുമ്പോൾ ഇതൊക്കെ ഊരി വെച്ചിട്ട് പോകണം കേട്ടോ. അഴിച്ചു വെക്കാം, മൊത്തം കഴിപ്പിക്കാം. പെട്ടെന്ന് സ്കാൻ ചെയ്തിരുന്നെങ്കിൽ പോവായിരുന്നു. ഈ ഗീതു എന്ന് പറയുന്ന കൊച്ചിവിടാണോ കാണിക്കുന്നത്? ഈ സിസ്റ്റർ അല്ലേ? ആ, നമ്മളിവിടെ നേഴ്സല്ല, എന്റെ പറഞ്ഞറിയിപ്പിക്കല്ലേ. ഒന്നുമില്ല. സ്കാൻ ചെയ്തോട്ടെ. അല്ല, റിസൾട്ട് കൊണ്ടുവരണം കേട്ടോ. റിപ്പോർട്ട് എടുത്തിട്ട് ഇപ്പൊ തന്നെ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടങ്ങ് വന്നു കഴിഞ്ഞാൽ കണ്ടിട്ട് അങ്ങ് പോവായിരുന്നു. ഡോക്ടർ അങ്ങോട്ടൊന്ന് വരാൻ പറ്റും പെട്ടെന്ന്? ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണേ. ഇങ്ങോട്ട് വരാവേ. നല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്ത് പോയി ടെൻഷൻ അടിച്ചിട്ട് വീടിന്റെ താക്കോല് നമ്മുടെ കയ്യിൽ. ആ പിള്ളേരെത്തുന്നുണ്ട്, അവിടെ എത്തണം. കണ്ടു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. എവിടാന്ന് പറഞ്ഞിട്ടാ എനിക്കറിയത്തില്ല. ഏത് വഴി ഇതാണോ? ഏത് വഴി? അച്ഛനും അമ്മ എന്ത് ഇവിടെ നിൽക്കുന്നത്? കല്യാണത്തിന് പോകാന്ന് പറഞ്ഞിട്ട് അവിടെ കല്യാണത്തിന് പോയ പെണ്ണിന്റെ അച്ഛൻ ചെറുക്കൻ്റെ അച്ഛന് ശർക്കരട്ടി എറിഞ്ഞിട്ട് തലയിൽ 28 പൊരിഞ്ഞടി. കൊല്ലത്തന്നെ കല്യാണം. 16 തലയിൽ. ഇത് കണ്ടോ? കണ്ട കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഇപ്പൊ കല്യാണത്തിന് പോയിട്ടുണ്ട്. അവരെല്ലാം കൂടെ ഒന്നും കല്യാണം കഴിക്കാൻ വേണ്ടിട്ട്. അമ്മായിപ്പനും അമ്മായിമ്മയും കൂടെ. എല്ലാം കഴിഞ്ഞോ? ഒരുമിച്ചോ? ഇതെന്തോ? പിടിച്ചോ. സുഖമല്ലേ മോളെ? ക്ഷീണിച്ചു പോയല്ലോ.
രാവിലെ ഇവിടെ കണ്ടല്ലോ. ഇന്നേ പിള്ളേരുടെ അടുത്ത് തലനാരി കഴിക്കാൻ രക്ഷപ്പെട്ടത്. ആ ഞാനും വിചാരിച്ച് അയ്യോ അതെ, ഇന്നത്തോടെ എനിക്കൊരു കാര്യം ഉറപ്പായി. ഇന്ന് നമ്മൾ രക്ഷപ്പെട്ടു. ഇത് കഴിക്കാന്നോ? കഴുകാന്ന് എടുത്ത് വെക്കുന്നത്. ഇനി അതുകൊണ്ട് എപ്പോഴും നമ്മൾ രക്ഷപ്പെടും. അതെടുത്ത് താഴോട്ട് വെച്ചേ. ഇതോ? ആ മാറ്റി വെച്ചേ. ഒരു ലോജിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുക കേട്ടോ. ലോജിക്കായിട്ട് ചെയ്തതിൻ്റെ ആണല്ലോ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന നടന്നു. ആ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. അവിടെ ഏ ആ ഡോക്ടർ എന്താ പറഞ്ഞു? റിപ്പോർട്ട് വല്ല കുഴപ്പം വല്ലതും ഉണ്ടോ? എനിക്ക് ഒരു കുഴപ്പവും. നിന്റെ കാര്യമല്ല ചോദിച്ചാൽ കൊച്ചിൻ്റെ കാര്യം ചോദിച്ചത്. ആ ഗീതുമോടെ സമയത്ത് നിങ്ങൾക്ക് ഇത് അറിഞ്ഞാൽ മതിയായിരുന്നു. കൊച്ചിനെങ്ങനുണ്ട്? കൊച്ചിനൊരു കുഴപ്പമില്ല. സമാധാനമായോ? ഓക്കെ ആണെന്ന് എനിക്ക് അറിയാമല്ലോ. കിട്ടും എൻ്റെ ഇന്ന്. എനിക്ക് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ എത്രയും വേഗം ഒരു ജോലിക്കാരിയെ വെക്കണം. എനിക്ക് റെസ്റ്റ് വേണം. ആ ഇനിയിപ്പോൾ റെസ്റ്റ് ആവാമല്ലോ. എടി ആ മരുന്നെന്താ മേടിക്കണമെന്ന് പറഞ്ഞില്ലേ ഡോക്ടർ? ആ വാങ്ങിച്ചില്ല. അത് പിള്ളേരുടെ വായി കൂടെ കയറി ഇറങ്ങി വാങ്ങിക്കാൻ പറ്റുമോ? അതെവിടെ ഇരിക്കോ? ഫയൽ എവിടെ ഇരിക്കോ? മേടിക്കാം. ഇന്ന് രാത്രി പോകാൻ പോവാന്ന്. ഇന്നല്ല വേണ്ടേ, നാളെ പോയി മേടിക്കാം. കൊച്ചു കാണാൻ പോകണ്ടേ? ആ എവിടെ കൊണ്ട് 2 ദിവസത്തേക്കുള്ള മരുന്ന് ഉണ്ട് ചേട്ടാ. നേരത്തെ മേടിച്ചു വെച്ചാൽ കുഴപ്പം എന്തുവാ? 2 ദിവസം കഴിഞ്ഞാലും മതിയെന്ന. പിന്നെ കുഞ്ഞിന്റെ സ്കാനിങ് റിപ്പോർട്ട് ഉണ്ട് ഇതിനകത്ത്. പിന്നെ നോക്കാം, ആദ്യം മരുന്ന് മേടിച്ചു നോക്കട്ടെ. അയ്യോ ഇത് മോളുടെ ആണല്ലോ. ഫയൽ മാറിപ്പോയോ? എന്നൊരു കാര്യം ചെയ്യില്ല, അവർക്ക് ഒന്ന് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഫയല് അവളുടെ റിപ്പോർട്ട് അതിനകത്തുണ്ട്. എന്തുവാ ഇത്? എന്തൊരു നാണക്കടാന്നറിയോ അമ്മേ? അമ്മക്ക് എന്താ ബോധമില്ലേ? ഞാൻ ഇനി ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്നോടെങ്കിലും ഒന്ന് പറയായിരുന്നില്ലേ? അച്ഛൻ വലിയ വർത്താനൊന്നും പറയണ്ട. വയസ്സാങ്കാലത്ത് ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് എന്തൊരു കഷ്ടമായത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരോടൊക്കെ എന്തോ പറയും. ഞാൻ ലേബർ റൂമിൽ കയറുമ്പോൾ എൻ്റെ തള്ളയും കൂടെ കയറുന്നോ പ്രസവിക്കാനായിട്ട്? എൻ്റെ കൊച്ചിനെ പ്രസവിച്ച് അമ്മയുടെ കയ്യിലേക്ക് തരേണ്ടതിന് പകരം നിങ്ങളുടെ പ്രസവം ഞാൻ എടുക്കണോ? എന്താ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? നമുക്കെല്ലാവരും സംസാരിച്ചൊരു തീരുമാനം ഉണ്ടാക്കാം. അച്ഛനെ എന്തോ സംസാരിക്കാനാ? ഇത്രയായിട്ട് മതിയായില്ലേ നിങ്ങൾക്ക്? അമ്മ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇത് നമുക്ക് വേണ്ട. പറഞ്ഞത് മനസ്സിലായോ? മോളെ ഇത് അങ്ങനെ കളയാൻ പറ്റിയ ഒരു സാഹചര്യം അല്ല. എന്തൊക്കെ പറഞ്ഞാലും ഇത് നമുക്ക് വേണ്ട. ഇനി എന്നെ എതിർത്തും നിങ്ങൾ ഇതിനെ പ്രസവിക്കാനാണ് തീരുമാനമെങ്കിൽ എൻ്റെ വയറ്റിൽ കിടക്കുന്ന ഈ കൊച്ചിനെ ഞാനെങ്കിൽ ഇല്ലാണ്ടാക്കും. പറഞ്ഞ മനസ്സിലായോ? ചേട്ടാ അവക്ക് നാണക്കേടാണെങ്കിൽ നമുക്കിത് വേണ്ട. അച്ഛാ അച്ഛാ അവൾ ഇതുവരെ റെഡി ആയില്ലേ? ആ വരുന്നടാ. ഓനെ നീ ഹോസ്പിറ്റലിലെ റൂമിൻ്റെ ആരൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ? എന്നെ അച്ഛാ അതൊക്കെ ബുക്കിംഗ്, അവരെ ഇവിടെ കിടന്ന് വിളിക്കുന്നു. ഒന്ന് പെട്ടെന്ന് ഇറങ്ങാൻ പറ അവരോട്. ഈ ബാഗ് പിടി. നിങ്ങളുടെ വേദനയുണ്ടോ? കുഴപ്പമില്ല ചേട്ടാ. എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചാ? ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, നീ വന്നൊന്ന് കേറിയാ മതി. ബാബാ ഇറങ്ങി. അച്ഛാ അമ്മ എന്തേ? ഗിരിജേ ഗിരിജേ. ആ അമ്മയുടെ വയറ്റിൽ വളരുന്നതേ നിന്റെ ചോരയാ.
നിന്റെ കൂടപ്പറപ്പ്. അമ്മയുടെ മുഖത്ത് നോക്കിയാന്നോടി പറഞ്ഞത് കുഞ്ഞിനെ കൊല്ലണമെന്നൊക്കെ. എടി നമ്മൾ തന്നെ എത്ര നാളൊരു കുഞ്ഞിന് വേണ്ടി വിഷമിച്ച്, അപ്പോൾ ദൈവമായിട്ടൊരു കുഞ്ഞിനെ കൊടുക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്? നീ നിന്നെക്കുറിച്ച് മാത്രമേ ഓർത്തുള്ളൂ, നീ അവരെക്കുറിച്ച് ഓർത്തില്ല ഗീതു. ഞാൻ എൻ്റെ തീരുമാനം പറയുന്നു, ആ കുഞ്ഞ് ജനിക്കുവാണെങ്കിൽ നമ്മുടെ കുഞ്ഞിൻ്റെ കൂടെ നമ്മുടെ വീട്ടിൽ വളരും. എന്തൊരു ബഹളോ ഇത്? ഇങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. എന്തോ അമ്മ ഇത്? ഞാൻ പറഞ്ഞല്ല അച്ഛൻ്റെ കൂടെ വരാൻ. ഒറ്റയ്ക്ക് വരണം. അതെ, നിനക്ക് അങ്ങനെ പറയാം. ആ ജോലിക്കാരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണ്ടായോ? വരുമ്പോൾ ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടായോ? എടുത്തോ? എല്ലാം എടുത്തു. ഇറങ്ങാം. ഫൈൻ എങ്ങനെയുണ്ട്? നിനക്കുള്ളതുപോലെ തന്നെയുള്ളൂ, കൂടുതലൊന്നുമില്ല കേട്ടോ. മാമേ ഇറങ്ങാം. വാ. നിങ്ങൾ എന്നെ ഇതിനെ പിടിക്കുന്നേ? കൊച്ചിനെ പിടി, എനിക്കിതൊക്കെ എക്സ്പീരിയൻസ്ഡാ. ആ ഉവ്വ, അവളെ പിടിക്കാനേ അവളെ ഭർത്താവുണ്ട്. മോനെ ഒന്ന് പിടി, ഞാൻ എൻ്റെ ഭാര്യയെ പിടിച്ചോളാം. ഓ ബാ അച്ചോ. ഓ, ഈ രണ്ടെണ്ണം ഇരട്ട പിള്ളേരാണെങ്കിൽ നമ്മുടെ കച്ചവടം തീരും.